നമ്മൾ നേരം പോലത്തെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടോ. നമ്മൾക്ക് പിന്നെ മഴ ഒന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. ഏത് മഴയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ആ ടൈമിൽ എണീക്ക് തന്നെ വേണം. കോരി ചൊരിയുന്ന മഴയും നല്ല തണുപ്പില്ല. അതെ കടന്നുറങ്ങിയിട്ടും പോതി തീറ്റാതെ ഒരാളത് അങ്ങനെ കടന്നുറങ്ങും, മറ്റാളും കണ്ടില്ലേ. എനിക്ക് അവരെ വിളിച്ചോണ്ടാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷെ മദ്രസയ്ക്ക് പോകണ്ടേ അത് വിചാരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി TK വ്ളോഗ്സ്. അപ്പോൾ അതേ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നു കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ ടൈം ആയപ്പോൾ എണീറ്റോ. എനിക്ക് ആ എണീക്കുന്ന ടൈമിൽ എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഉറക്കം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ 1.5 വട്ടക്കെട്ടുണ്ടല്ലോ അതും കെട്ടിക്കൊണ്ട് അടുക്കളയിലോട്ട് ഇറങ്ങാട്ടെ, നമ്മളെ ഡ്യൂട്ടി തുടങ്ങാൻ വേണ്ടി. ഈ ഘട്ടം അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാട്ടെ നമ്മളെ പണി അങ്ങോട്ട് തുടങ്ങുള്ളൂ. എനിക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ എന്താ പറയുക, മീതനെ ഇങ്ങനെ കിടക്കാട്ടെ. എങ്ങനെ കിടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രമൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും കേട്ടോ. ഞാൻ അധികം എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കാറ്. അങ്ങനെ പിന്നെ വട്ടക്കെട്ടൊക്കെ കെട്ടിയോണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നാട്ടോ. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിറക് പെരട്ടെ. അത് നമ്മുടെ ഷിബിലിമോൻ്റെ ഒരു ഐഡിയ കൊണ്ട് ചെയ്താട്ടോ. ഒരു പൈപ്പ് ഇങ്ങനെ നേരെ കൊടുത്തിട്ട് അതിന് ഒരു പഴയ കാട്ടുണ്ട്, ആ കാട്ടന് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്ത് പിന്നെ അടുക്കളയല്ലേ ഈ കാണുന്നത്, അപ്പം അതിമ്മലൂടെയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ശരിക്കും നോട്ടം കിട്ടണ്ടെന്ന് വെച്ചിട്ട് ചെയ്തൊരു ഐഡിയ കേട്ടോ. അത് കുഴപ്പമില്ലല്ലോ. വലിയമോനെ എന്നോട് എപ്പോഴും പറയട്ടെ, വിറക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാട്ടം താഴേക്ക് എണ്ണം എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ താഴ്ത്തി ഇടാറാണ് ചെയ്യാറ്. അങ്ങനെ വെറുതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അടുപ്പ് പിടിപ്പിക്കുകയാണേ. ഇപ്പോഴും പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരുടെയും അടുപ്പ് കത്തിക്കിട്ടാണല്ലേ. സ്ഥിരം നമ്മൾ കത്തിക്കണ അടുപ്പാകുമ്പോൾ വലിയൊരു കുഴപ്പമൊന്നും വരില്ലല്ലേ. ഞാൻ ഈ ഒരു അടുപ്പാട്ട് ഡെയിലി കത്തിക്കാറ്, മറ്റേ അടുപ്പ് പിന്നെ തൊടാറേ ഇല്ല. അത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വലിയ കുടുക്ക എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റേ അടുപ്പ് കത്തിക്കാറുള്ളൂ. അങ്ങനത്തെ എവിടെ കത്തിച്ച് വെച്ചുകൊണ്ട് ഞാനിത് പുകക്കോയിലിൻ്റെ ഇവിടെ ഒരു ഹോൾസില്ലേ അതൊന്ന് തുറന്നുകൊണ്ട് ഒരു പേപ്പറാണ് കത്തിച്ച് കൊടുത്തിട്ടാ, എന്നാൽ പെട്ടെന്ന് കത്തിക്കോളെന്ന് വിചാരിച്ചിട്ട്. ഞാൻ അഥവാ അടുപ്പ് കത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാ ചെയ്യാറ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പോൾ ഇന്ന് മുട്ടപ്പും ചട്ടിനി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ മിക്സിയിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിപ്പൊടി ഉണ്ടല്ലോ അതോ പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് 2 കോഴിമുട്ടയും കൂടി ഉണ്ട് പൊട്ടിച്ച് ഒഴിച്ചു. പിന്നെ കുറച്ച് ചോറ് കഴുകിയതുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു. ഇത് നിങ്ങൾക്കറിയുന്ന മുട്ടപ്പം തന്നെ ആയിരിക്കൂട്ട. ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇതേ കട്ടി വേണം കേട്ടോ. കട്ടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടപ്പം ശരിയായി കിട്ടൂല. പിന്നെ ഒരു ഇത്തിരി എള്ളും കരിഞ്ചീരിയും കൂടി വറുത്തതാണ് കേട്ടോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ കുറേശ്ശാണ് ഇട്ട് കൊടുക്കുന്നത്, ഒന്നിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്തതാണ്. കട്ട കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ ശരിയായി കിട്ടും ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയും ഇടാറുണ്ട് കേട്ടോ, തേങ്ങ ചിരകിയിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ടൈമില്ലാത്തത് കാരണം തേങ്ങ ഒന്നും ഇട്ടില്ല, ഇക്കാക്ക് നേരത്തെ പോകണം. അപ്പോൾ പിന്നെ തേങ്ങ ഒന്ന് ചിരകാനൊന്നും നിന്നിട്ട് അങ്ങനെ ഷിബിലിമോനെ നല്ലോണം ഒന്നാണ്ട് വിളിച്ചോണ്ട് ഫിലിമോളി നല്ലോണം ഒന്ന് വിളിച്ചോണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പോഴേക്കും ഇക്കാക്ക് 2 കോഴിമുട്ട വെച്ചിരുന്നു കേട്ടോ, അത് നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിന് പാരുമ്പോൾ കുഴിയിൽ നല്ലോണം പാരുന്നില്ല, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. ഈ മുട്ടപ്പം കറി ഇല്ലാത്തതിനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഒന്നും കൂടി ടേസ്റ്റും കൂടി ആയിരിക്കും, കാരണം മുട്ടയല്ലേ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും. ഇത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തീ കൂടാൻ പാടില്ല കേട്ടോ, അതാണ് ഞാൻ ഇത് അടുപ്പത്ത് ഉണ്ടാക്കാതെ. അങ്ങനെ ഒരു റൗണ്ട് പാർന്നപ്പോഴേക്കും നമ്മൾ ഫിനിമോ എണീറ്റ് വന്നു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവായതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിടാണ്ട്. നമ്മൾ ഉണ്ണിയപ്പത്തിന് നല്ലൊന്നുണ്ട് വെന്തതിൻ്റെ ശേഷമല്ലേ മറിച്ചിടാറ്. ഇത് അങ്ങനെയും മറിച്ചിടാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് അതിൻ്റെ ശേഷമാണ് കേട്ടോ മറിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴെന്താണെന്നറിയോ, ഇതിങ്ങനെ തുറന്നിരിക്കും. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീ നല്ലോണം കൂട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ളു വേവാൻ പണിയായിരിക്കും. അപ്പോൾ ഞാനത് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ 2ാമത്തെ റൗണ്ടും പാർന്നു. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എള്ളും കരിഞ്ചീരകവും ഇല്ലേ, അതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഫിലിമോൾക്ക് ഷിബിലിമോൾക്ക് സ്കൂളിൽ അതുപോലെ തന്നെ ഇക്കാക്ക് പണിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഗ്യാസമ്മ മുട്ടപ്പം വെച്ചോണ്ട് കേട്ടോ ഈ വക പണികളും ചെയ്യുന്നത്. ഞാൻ ഫിനിമോള് ബ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നുകൊണ്ട് പിന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ. എപ്പോഴും അവളെണ്ണല്ലേ ബ്രഷ് ചെയ്യാറ്, ഇടയ്ക്കൊന്ന് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഒരു എണ്ണ ഒന്നും പിടിക്കൂല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഞങ്ങളെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇത് വില ഒന്നും വെക്കൂല, കാരണം എന്താ വെച്ചാൽ മുട്ടയും പിന്നെ വറ്റുവൊക്കെയല്ലേ ചേർത്തിട്ടുള്ളത്. എനിക്ക് പിന്നെ തേങ്ങ ചേർക്കാനും ടൈം ഇല്ലാഞ്ഞിട്ട് ഇക്കാക്ക് നേരത്തെ പോണതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങ ഒന്നും ചിരകാൻ തന്നില്ല. അപ്പോൾ പിന്നെ
ഒന്നുകൂടി ടേസ്റ്റും കൂടും മായവും കിട്ടും കേട്ടോ. ഇതൊന്നും തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേ ഞാൻ ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ അരി ഏതായാലും പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് ഷിബിലിമോൻക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ ഈ സ്കൂളിലേക്ക്. പിന്നെ അത് തിളച്ച വെള്ളവും ആയി. അപ്പോഴേക്കും അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ അത് കറിക്കുള്ളതാണ് റെഡിയാക്കുന്നത്. 2 ഉള്ളി 1 തക്കാളിയും ഇത്തിരി വെളിച്ചെണ്ണയിൽ ഉപ്പിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതാണ്. അങ്ങനെ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരിത്തിരി തേങ്ങ ചിരകിയെടുത്തിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ ചൂടാറാൻ വെച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇല്ല 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതും കൂടി അതിൽക്കൊന്ന് ഇട്ട് കൊടുത്തു. ഒരിത്തിരി വെള്ളവും ഒഴിച്ചു. എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ ചട്ടിനി ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ഉണ്ടാക്കിയത്. ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു, വേപ്പിലയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത തേങ്ങാ പേസ്റ്റില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് നമ്മൾ ചട്ടിനി കറി ഉണ്ട് റെഡിയായി. ചട്ടിനി ഉണ്ടാക്കുക അധികം വെച്ചപ്പോൾ തന്നെ ഷിബിലിമോനെ പറഞ്ഞു ചോപ്പ് ചട്ടിനി മതി എന്ന് പറഞ്ഞിട്ടോ. അതേട്ടൊന്ന് ചോപ്പ് ചട്ടിനി ആക്കി. അങ്ങനത്തെ ആയതെല്ലാം കൂടി ഇക്കാക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുത്താട്ടെ. ഇക്ക ആദ്യം തന്നെ കഴിച്ച് പോയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനത്തെ ഇക്കാൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇക്കത ഡ്യൂട്ടിക്ക് പോയി. ഇവിടെ പിന്നെ രാവിലത്തെ ചായക്കടി പിന്നെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ആദ്യം പോകണം, പിന്നെ ഷിബിലിമോൾക്ക് പോകണം, പിന്നെ ഫിനിമോൾക്ക് പോകണം. ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടല്ലേ കഴിക്കാറ്. അങ്ങനത്തെ ഇക്ക പോയതിന് ശേഷം ഈ സ്കൂൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കണ്ടല്ലേ. അപ്പോൾ ഇത് പൊട്ടാറ്റോ ഫിനിമോൾ കുറേ ദിവസമായിക്കാണ് പൊരിച്ച് കൊടുക്കാൻ പറഞ്ഞു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മഞ്ഞപ്പൊടി ഇത്തിരി ഇട്ട് കൊടുത്തു. അതവിടെ ഇട്ട് കൊടുത്തോണ്ട് മൂടി വെച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തു. ഷിബിലിമോൾക്ക് ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ എപ്പോഴും ഞാൻ റേഷൻ അരിയാണ് കേട്ടോ വെക്കാറ്. ഞാൻ ഇക്കാനോട് എപ്പോഴും പറയും റേഷൻ അരി മതിയെന്ന് പറയാറാണ് കേട്ടോ. റേഷൻ അരിയാണെന്ന് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് കേടൊന്നും വരില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയൊരു രീതിയിലുള്ള വേവിന് എടുത്തു കഴിഞ്ഞാൽ റേഷൻ അരിക്ക് കേടൊന്നും വരില്ല. പിന്നെ വേവ് കൂടിക്കഴിഞ്ഞാൽ റേഷൻ അരി പെട്ടെന്ന് കേട് വന്ന് പോകും ചെയ്യട്ടോ. പിന്നെ നമുക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, ചിരങ്ങയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കുക്കറിലാണ്ട് ഇട്ട് കൊടുത്തു. അപ്പം ഇന്ന് ചിരങ്ങ ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ്ട്. എന്നാൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ആദ്യം തന്നെ എടുത്ത് വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എപ്പോഴായാലും ഞാൻ മറക്കൂട്ടോ. അപ്പം പിന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കും. കഞ്ഞിവെള്ളം ഇത്തിരി ഉപ്പും 2 പച്ചമുളകും കൂടി ആണ്ട് ഇട്ട് കൊടുത്തോണ്ട് അതാണ് വിസിലടിപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കത് നമ്മൾ ഷിബിലിമോൻ എത്തിയിട്ടോ. അവനിന്ന് മുട്ടപ്പാടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ മുട്ടപ്പത്തിൻ്റെ ഉള്ളിലേക്ക് അവന് ചട്ടിനി ഒഴിക്കുകയാണ്. അങ്ങനെയാണ് കേട്ടോ അവന് കഴിക്കുന്നത്. അവന് ഇതെപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ കഴിക്കാറ്. അങ്ങനത്തെ അത് അവനെ കഴിക്കോട്ടെ വിചാരിച്ചു ഞാൻ നമ്മുടെ അടുക്കളയിൽ വീതനൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് നമ്മുടെ കടമ തന്നെയല്ലേ, നമ്മൾ തന്നെ ചെയ്യേണ്ടേ. അതിൻ്റെ ഇടയിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മ ഞാൻ പോവുകയാണ് എന്നുള്ളൊരു വിളി. അത് കേട്ടോണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ എൻ്റെ തല ഒന്ന് കാണാഞ്ഞാൽ അവന് പോകൂലട്ടോ. അങ്ങനത്തെ ടാറ്റയും സലാമൊക്കെ പറഞ്ഞുകൊണ്ട് അവനിതേ പോവുകയാണ്. അവന് എൻ്റെ തല മറയോളം അവന് സലാം പറഞ്ഞിട്ടും ടാറ്റ പറഞ്ഞുകൊണ്ട് ഇരിക്കും. അല്ലാഹു നമ്മളുടെ മക്കൾക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ അല്ലേ. അങ്ങനത്തെ അവന് പോയിട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം അവന് തന്നെ അവൻ്റെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ റെഡിയാക്കി എടുത്തത്. ഞാൻ ഏതായാലും അടിച്ചു തരാൻ വന്നതല്ല. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചിരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്, നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ വേപ്പിലയും കൂടി പൊട്ടിച്ചെടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തു. അങ്ങനത്തെ ചിരങ്ങക്കറി റെഡിയായി. ചിരങ്ങക്കറി ആകുമ്പോൾ എന്താണെന്നറിയോ, ചോറ് നല്ലോണം ഗുളും ഗുളും എന്ന് കണ്ണാടി ഇറങ്ങിപ്പോകൂലേ. ഒരു ചവക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലേ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചിരങ്ങ. ഇതുപോലെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കൂലേ. ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോഴേക്കും അടിച്ചു തരാൻ വന്നപ്പോഴേക്കും നമ്മൾ ഫിനിമോളും എത്തിയിട്ട് വരുന്ന കോലം കണ്ടില്ലേ. വേഗം അങ്ങനെ മസ്തിണങ്ങി ഇങ്ങനെ ആകെ നനഞ്ഞിട്ടിട്ട് വന്നിട്ടുള്ള റോഡിലുമൊക്കെ വെള്ളമായത് കൊണ്ട് ആകെ നനഞ്ഞിട്ടാണ് വന്നത്. പിന്നെ സ്കൂളുള്ളതല്ലേ. അപ്പോൾ മുട്ടപ്പാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിട്ടൊന്ന്. അപ്പോൾ അവളും തന്നെ കഴിച്ചു. പിന്നെ സ്കൂൾക്ക് പോകാനുള്ള റെഡി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടാ. ഷോള് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഷോളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിരങ്ങക്കറി മീൻ പിന്നെ മസാല തേച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഇന്ന് ആണ്ട് ഒതുക്കി. പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതിയില്ലേ. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കണം അല്ലേ. അങ്ങനെ അവളെയും കൊണ്ടാക്കി വന്നതിന് ശേഷം ഇത് അടിച്ചു വരികയാണ് കേട്ടോ.
പിന്നെ ഏതായാലും പോകാനുള്ളവരൊക്കെ പോയി കഴിഞ്ഞല്ലോ. പിന്നെ ഏകദേശം ഫുഡുകളൊക്കെ ആയും ചെയ്തു. പിന്നെ അത് ഞാൻ ചായ കുടിക്കുന്ന ടൈമാട്ടാ ഈ കാണുന്നത്. 9:25 രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കും. ആദ്യമേ നമ്മളെ വണ്ടി ഇതുവരെയൊക്കെ അങ്ങോട്ട് ഓടും. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ചായ നമ്മൾ അപൂർവ രാവിലെ ഉണ്ടാക്കാറ്, വൈകുന്നേരത്ത് പിന്നെ ഉണ്ടാക്കാറുണ്ട്. വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.